എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെണ്ടയ്ക്കായും മുട്ടയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി തോരൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. വെണ്ടയ്ക്കായും മുട്ടയും ഇഷ്ടപ്പെടാത്ത ആരുമില്ല. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അവർ നന്നായിട്ട് ചോറ് കഴിക്കും. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം. പിന്നെ ഒരു 5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഞാനെല്ലാം അതാത് സമയത്ത് ചേർക്കുന്നുണ്ട് ഉപ്പ്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി മസ്റ്റായിട്ട് വേണ്ടതാണ്. ഇതിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക നന്നായി വഴറ്റിയെടുക്കണം. ഇതിനൊരു വഴുവഴുപ്പുണ്ട്. ആ വഴുവഴുപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് നൂല് പോലെയുള്ളൊരു സംഭവമുണ്ട്. അതൊന്ന് മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആകണം. എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആദ്യമായിട്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യമായ ഉപ്പ് ഈ സമയം ചേർക്കുന്നു. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് മുഴുവൻ നമുക്കിങ്ങനെ പകർത്തിയെടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരല്പം വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായ കടുക് ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനൊരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഇതൊന്നും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊരിക്കലും ഒഴിവാക്കരുത്. വെളുത്തുള്ളി ഇഞ്ചി മസ്റ്റായിട്ടും വേണ്ടതാണ്. ഇനി ഇതിലേക്ക് 2 ചുവന്ന വറ്റൽ മുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കാം. ഈ ഉള്ളിയും കൂടി ഇതിൽ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉള്ളി പെട്ടെന്ന് വഴന്നു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നീളത്തിൽ കീറിയതാണ് ചേർക്കുന്നത്. വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞിരിക്കുന്നത് കൊണ്ട്
പച്ചമുളക് വട്ടത്തിലരിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർ ഈ പച്ചമുളക് കടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് നീളത്തിലാകുമ്പം അത് മാറ്റി വെച്ചിട്ട് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നീളത്തിലരിഞ്ഞിരിക്കുന്നത്. ഇതും കൂടി നന്നായി ഒന്ന് വഴന്നു വരണം. ഒരല്പം കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഞാനിതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് അരിയണം. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഏകദേശം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, ചെറിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇതിന് നിർബന്ധമായും ചേർക്കേണ്ടതാണ്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരണേ. ഇതും കൂടി ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഈ വെണ്ടയ്ക്കായും തക്കാളിക്കായും ഉള്ളി എല്ലാം കൂടെ നന്നായിട്ട് ഇതിനകത്തൊന്ന് വെന്ത് വരണം. ഇതിപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ചിക്കി ചിക്കി ചെറിയ ചെറിയ പീസുകളാകുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം. ആരെങ്കിലും ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതുകൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ്. ഇത് നന്നായി ഫ്രൈ ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ് ഈ മുട്ടയും വെണ്ടയ്ക്കയും വെച്ചിട്ടുള്ള ഒരു തോരൻ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ ഇതേ സമയം മറ്റൊരു വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്.
വിദേശത്തൊക്കെ ഇരുന്ന് കാണുന്ന കൂട്ടുകാർക്കെല്ലാം നന്ദി. നാളെ വീണ്ടും വരുന്നതായിരിക്കും.